എന്തായാലും ഭാരത് ബന്ദ് അതിൻ്റെ അവസാന മണിക്കൂറുകളിലേക്ക് കിടക്കുകയാണ്. എന്തായാലും ജനങ്ങൾക്ക് ദുരിതം സമ്മാനിച്ചുകൊണ്ടാണ് ഈ ഭാരത് ബന്ദ് പോയതെന്ന് തന്നെ പറയാം. നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂരിലെ KSRTC ബസ് സ്റ്റാൻഡിലാണ്. വളരെ മണിക്കൂറുകളായിട്ട് ആളുകൾ ഇവിടെ ബസ് കാത്തിരിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ തൃശ്ശൂരിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന ബസ്സുകളെല്ലാം ഇവിടെ നിരത്തിയിട്ടിരിക്കുകയാണ്. കാരണം ഇവിടുന്ന് ഒരു വാഹനം മാത്രമാണ്, ഒരു സർവീസ് മാത്രമാണ് ഇവിടുന്ന് രാവിലെ പോയത്. അതിനെതിരെ ഈ KSRTCയുടെ ഇടത് യൂണിയൻ്റെയൊക്കെ ഭാഗത്ത് നിന്ന് വലിയ പ്രതികരണം ഉണ്ടായി എന്നാണ് ഇന്ന് സർവീസിന് സജ്ജരായി വന്നവരൊക്കെ അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് അല്പസമയം മുമ്പ് ഇവിടെ ആണ് കോഴിക്കോട്ടേക്കും അതേപോലെ തന്നെ തൊടുപുഴയിലേക്കുമുള്ള 2 വാഹനങ്ങളാണ് KSRTC ബസ്സുകളാണ് എത്തിയിട്ടുള്ളത്. ഇത് മറ്റ് ഡിപ്പോകളിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്യുന്ന ബസ്സുകളാണ്. മണിക്കൂറുകളോളം കാത്തിരുന്ന കുറേയധികം യാത്രക്കാർ ഇപ്പോൾ ഈ ബസ്സിൽ കയറിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ വാഹനം കാണാം. അത് അല്പസമയം മുമ്പാണ് എത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ വാഹനങ്ങൾ കൃത്യമായി ലഭിക്കാതെ വന്നതോടെ ഒരുപാട് യാത്രക്കാർ ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ മണിക്കൂറുകൾ കാത്തിരിക്കുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ 3 മണിക്കൂറും അതേപോലെ തന്നെ 5 മണിക്കൂർ വരെ ആയവർ വരെ ഈ ഡിപ്പോയിൽ കാത്തിരിപ്പുണ്ട്. അപ്പോൾ അവരോട് തന്നെ നമുക്ക് വേണമെങ്കിൽ പ്രതികരണമൊക്കെ ചോദിക്കാൻ പറ്റും. കാരണം മണിക്കൂറുകൾ വണ്ടി കാത്തിരുന്ന് അവർ ബുദ്ധിമുട്ടുന്ന ആളുകളാണ്. ഇവരോട് തന്നെ നമുക്ക് ചോദിക്കാം. എത്ര നേരമായി ഇവിടെ വന്നിട്ട്? കുറച്ച് നേരമായി. എവിടേക്ക് പോകാനായിട്ടുള്ള? ഞങ്ങൾ ട്രിച്ചിക്ക് പോകാനുള്ളതാണ്. എവിടെ നിന്ന് വരുന്നവരാണ്? ഞങ്ങൾ കാട്ടൂര്. ഇപ്പോൾ എത്ര മണിക്കൂറായി? 1 മണിക്കൂർ കഴിഞ്ഞു. എന്താണ് KSRTCയിലൊക്കെ ഭാഗത്തുനിന്ന് പറയുന്നത്? വണ്ടി ഉണ്ടെന്നാണ് അവർ പറയുന്നത്? പോന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നാലും ഇതുപോലൊക്കെ നിരവധി യാത്രക്കാരുണ്ട്. അവർ ഈ ബസ് കാത്തു നിൽക്കുന്നു. അതേപോലെ തന്നെ നമുക്ക് ഇവരോട് ചോദിക്കാം. ചേട്ടാ, എവിടേക്ക് പോകാനുള്ളതാണ്? വണ്ടി ഉണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ വന്നിട്ട് വന്നിട്ട് കുറച്ച് നേരമായി. 8 മണിക്ക് കിട്ടും പറയണ. 8 മണിക്കാണ് കോയമ്പത്തൂർ ബസ്. അപ്പം അത്രയും നേരം ഇവിടെ കാത്തിരിക്കേണ്ടത്. ഇവിടെ വന്നതിന് ശേഷം എന്താണ് ഈ ഹർത്താലിനെ കുറിച്ചൊക്കെ, ഈ ബന്ദിനെ കുറിച്ച് എപ്പോഴാണ് അറിയുന്നത്? ഹർത്താലിനെ കുറിച്ച് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഇത് തൊഴിലാളർക്ക് വിരോധമായിട്ട് ഒരു ഇതുവാ. ആണ് ഈ സമരത്തെ ഞങ്ങൾ ഇതാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് പുള്ളിക്ക് കോയമ്പത്തൂർക്ക് പോകാനുള്ള യാത്രക്കാരനാണ്. പുള്ളി ഇവിടെ 8 മണിക്കാണ് വാഹനമുള്ളതെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് അല്പസമയം മുമ്പ് വരെ ബസ് സ്റ്റാൻഡിൽ നിരവധി യാത്രക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ 2 വാഹനങ്ങൾ വന്നപ്പോൾ അവർ അവത്തിലേക്ക് കയറിയിരിക്കുകയാണ്. മണിക്കൂറുകൾ കാത്തിരുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർ ആ ബസ്സിലേക്ക് കയറി. എവിടേക്ക് പോകാനാണ് ചേട്ടാ? ചങ്ങനാശ്ശേരി. ഇവിടെ ഇപ്പോൾ വന്നേ ഉള്ളൂ, സ്റ്റാൻഡിലേക്ക് ബസ് ഉണ്ടാവുമോ? എന്താ അറിയത്തില്ല, അന്വേഷിക്കണം. ഇത് ചങ്ങനാശ്ശേരി, കോട്ടയത്തെ ചങ്ങനാശ്ശേരിയിലേക്ക് പോകാനുള്ള യാത്രക്കാരനാണ്. അദ്ദേഹം വണ്ടി ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് വന്നിട്ടുള്ളത്. എന്തായാലും ഇത്തരത്തിൽ സ്റ്റാൻഡിൽ ഇപ്പോഴാണ് ആളുകളൊക്കെ കൂടുതലായി എത്തിത്തുടങ്ങുന്നത്. കാരണം മണിക്കൂറുകളായി പല സ്ഥലങ്ങളിലൊക്കെ വെയിറ്റ് ചെയ്തവരാണ്. ഇനി നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ള KSRTCയുടെ ഭാഗത്ത് നിന്നൊക്കെ അറിയാൻ സാധിച്ചിട്ടുള്ളത് 8 മണിയോടുകൂടി തൃശ്ശൂരിൽ നിന്നൊരു ഗുരുവായൂരിലേക്കുള്ളൊരു വാഹനം ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് അറിയുന്നത്. അത് കോയമ്പത്തൂർക്ക് പോകേണ്ട ഒരു വാഹനമാണ്. അത് ഇവിടുന്ന് ഗുരുവായൂർക്ക് പോയതിന് ശേഷമായിരിക്കും പോവുക. അതേപോലെ തന്നെ സമാന നിലയിൽ തന്നെ രാവിലെയൊക്കെ ഇവിടെ വലിയ രീതിയിലുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അവർക്ക് മറ്റ് വാഹനങ്ങളൊക്കെ ഇല്ലാതെ പലരും ഈ ഒരു ഭാരത് ബന്ദിനെ കുറിച്ചൊക്കെ അറിയാതെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അവർ വളരെയധികം ബുദ്ധിമുട്ടി എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു യാത്രക്കാരൻ ഇപ്പോൾ നമ്മളോട് അല്പം സമയം മുമ്പ് സംസാരിച്ച മണിക്കൂറുകളായി എന്നുള്ളതാണ്. നമുക്ക് എന്തായാലും അദ്ദേഹത്തോട് ചോദിക്കാം. എത്ര നേരമായി ചേട്ടാ ഇവിടെ? ഞങ്ങളൊരു 2:30 കഴിഞ്ഞപ്പോൾ വന്നതാണ് അവിടെ. ഇന്നിപ്പോൾ ഓടുമെന്ന് മന്ത്രി പറഞ്ഞതിൻ്റെ പേരിലാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾ 5-6 പേര് ഇവിടെ സംഗതിപ്പെട്ടു. ഇവരോട് ചോദിക്കുമ്പോൾ അവർ തീരുമാനമായിട്ടില്ല, എപ്പോഴാണ് വരുന്നത് അറിയില്ല എന്നൊക്കെ പറയണത്. എവിടേക്ക് പോകാനുള്ളതാണ് നമ്മൾ? ഞങ്ങൾ പാലക്കാട്. ഈ ഇതുപോലൊക്കെ ബസ് ഓടും എന്ന് അറിഞ്ഞിട്ട് വന്നതാണ്. എന്താണ് ഇവർ പറയുന്നത്? ബസ് ഓടുമെന്നാണോ പറയുന്നതോ? അവർക്ക് ഓർഡർ കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഓണെന്നും പറയാൻ പറ്റില്ല. ഇന്നിപ്പോൾ സമരമല്ല, മുടക്കമല്ല, പണി മുടക്കല്ല എന്നൊക്കെ ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 12 മണി വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. 12 മണി വരെ കാത്തിരുന്ന ഇപ്പോൾ എല്ലാ വണ്ടികളും ഓടുകയുമില്ല. 12 മണി കഴിഞ്ഞ് ചുരുക്കം വണ്ടികളൊക്കെ ഓടും എന്നുള്ളതാണ് പറയുന്നത്. അപ്പം നിങ്ങൾ എത്ര പേരാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്? എന്നാൽ ഇത് വളരെ മണിക്കൂറുകളായിട്ട് കാത്തിരിക്കുന്ന ഒരു യാത്രക്കാരനാണ്. അദ്ദേഹം പറയുന്നത് ഇവിടെ KSRTC അധികൃതരോട് ചോദിക്കുമ്പോൾ കൃത്യമായിട്ടൊരു മറുപടി അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നില്ല. എപ്പോൾ ബസ് ഓടും, എങ്ങനെയാണ് സർവീസ് ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങളിലൊന്നും വ്യക്തമായിട്ടുള്ള മറുപടി ലഭിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഇത്തരത്തിൽ ഈ ഭാരത് ബന്ദ് കൊണ്ട് ജനങ്ങൾ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. അതേപോലെ തന്നെ കൃത്യമായിട്ടുള്ള സർവീസ് നടത്തുന്നില്ല. സർവീസ് നടത്തുന്ന വാഹനങ്ങളെ തടയുന്ന ഒരു നിലയിലേക്ക് ഒരു വിഭാഗം ജീവനക്കാർ മാറുന്ന കാഴ്ചയാണ് തൃശ്ശൂരിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും നിലവിലിപ്പോൾ മണിക്കൂറുകൾക്ക് ശേഷം 2 വാഹനങ്ങളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്.